ഹാമർ എക്സസൈസ് ആരംഭിച്ചിരിക്കുകയാണ് പാകിസ്ഥാൻ. ഇന്ത്യയെ പേടിപ്പിക്കാം എന്ന് കരുതിക്കൊണ്ട്. പക്ഷേ ഇന്ത്യ ഹൈവേയിൽ വിമാനം ഇറക്കിക്കൊണ്ടാണ് പാകിസ്ഥാനെ വിരട്ടിയിരിക്കുന്നത്. എന്താണ് സ്ഥിതി സംഭവം? ശരിക്കും പറഞ്ഞാൽ ഈ പാക് സേനയുടെ ആത്മവീര്യം മുഴുവൻ നഷ്ടമായി നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. അതായത് പാകിസ്ഥാനിലെ സൈനികർക്ക് യുദ്ധമുഖത്തേക്ക് വരാൻ പോലും പേടി. അപ്പോൾ ഇന്ത്യ ഏത് നിമിഷവും പാകിസ്ഥാന് നേരെ ഒരു ആക്രമണം നടത്തിയേക്കുന്ന ഒരു ഭയപ്പാടുമുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ സൈനികരുടെ നഷ്ടപ്പെട്ട ആത്മബലം തിരിച്ചു പിടിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി പാക് സേനാനായകനായ അസിം മുനീറിൻ്റെ നേതൃത്വത്തിൽ ഒരു പരിശീലന പരിപാടി ആരംഭിച്ചു. അതായത് പാകിസ്ഥാൻ്റെ അതിർത്തി മേഖലകളിലേക്ക് ഹാമർ എക്സസൈസ് എന്ന് പറയുന്ന ഒരു പരിശീലന പരിപാടി. അതായത് സാങ്കേതിക വിദ്യകൾ അവരുടെ പരിശീലനം എല്ലാം കൂടെ സംയുക്തമായിട്ട് കൂട്ടി യോജിപ്പിച്ച് അവരുടെ അത്യന്താധുനികമായ തോക്ക് ഉപയോഗിച്ച് വെടിവെച്ച് നോക്കുന്നു, മിസൈലുകൾ വിക്ഷേപിച്ച് നോക്കുന്നു, അതുപോലെ വേഗത്തിൽ ടാങ്കറുകളൊക്കെ ഓടിച്ചു നോക്കുന്നു. ഒരു പരിശീലന പരിപാടി. ഇതിലൂടെ എന്ത് വെച്ചാൽ നഷ്ടപ്പെട്ടു പോയ സൈനികരുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാൻ പറ്റും. അപ്പോൾ ഇത് നേരിട്ട് വീക്ഷിക്കാനായിട്ട് അസിം മുനീർ എന്ന് പറയുന്ന സൈനിക തലവൻ തന്നെ ഇവർക്കൊപ്പം എത്തി. അപ്പോൾ അവരുടെ പ്രൊഫഷണലിസത്തെ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുക, അവരുടെ ആത്മവിശ്വാസത്തെ വർദ്ധിപ്പിക്കുക, അവരുടെ ധൈര്യത്തിന് പിന്തുണ നൽകുക. അപ്പോൾ ഒരു ആർമിയുടെ തലവൻ തന്നെ സൈന്യത്തിന് പിന്തുണയുമായി വരുന്ന ഒരു വലിയ എക്സസൈസാണ് നടത്തുന്നത്. ആ എക്സസൈസിലൂടെ ലോകത്തിന് മുന്നിൽ ഒരു ചിത്രം പാകിസ്ഥാൻ തുറന്നു കൊടുക്കുന്നു. ഞങ്ങളും യുദ്ധത്തിന് തയ്യാർ. ഇന്ത്യൻ സേന അതിർത്തിയിലേക്ക് അവരുടെ സന്നാഹങ്ങളെയൊക്കെ കൊണ്ടുവരുമ്പോൾ ഞങ്ങളും അതിലൊട്ടും പിന്നിലല്ല. അപ്പോൾ പാകിസ്ഥാൻ എന്ന് പറയുന്നത് ഒട്ടും മോശമല്ലാത്ത രാജ്യമാണ് ആയുധങ്ങളുടെ കാര്യത്തിലൊക്കെ തന്നെ. പക്ഷേ ഇന്ത്യയെ പോലൊരു രാജ്യത്തെ വെല്ലുവിളിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. നമ്മൾ എന്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ ഉത്തർപ്രദേശിലെ ഗംഗ എക്സ്പ്രസ് വേ എന്ന് പറയുന്ന 8 വരി പാതയുണ്ട്. ഈ പാത എന്ന് പറഞ്ഞാൽ വേണമെങ്കിൽ നമ്മൾക്ക് വ്യോമസേനയ്ക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഈ പാത നിർമ്മിച്ചത്. അങ്ങനെ നമ്മുടെ യുദ്ധവിമാനങ്ങൾ ഈ ഗംഗ ഹൈവേയിലേക്ക് നമ്മൾ ഇറക്കുകയാണ്. അപ്പോൾ ഗംഗ എക്സ്പ്രസ് വേ എന്ന് പറയുന്ന പാതയിലേക്ക് യുദ്ധവിമാനങ്ങൾ വന്ന് ഇറങ്ങുന്നു, ഒന്ന് ടച്ച് ചെയ്ത് അല്ലെ റൺവേയിലൂടെ ഓടുന്ന പോലെ ഓടുന്നു, പിന്നെയും പറന്നു പൊങ്ങുന്നു, അടുത്ത ഹെലികോപ്റ്റർ വരുന്നു, ഹെലികോപ്റ്റർ അവിടെ നിർത്തിയിടുന്നു, അവിടെ നിന്ന് പറന്നു പൊങ്ങുന്നു, സൈനിക ഉദ്യോഗസ്ഥർ വരുന്നു. മൊത്തത്തിൽ ഒരു അടിയന്തര ഘട്ടമുണ്ടായാൽ ഈ ഹൈവേ പോലും നമ്മൾ നമ്മുടെ എയർഫോഴ്സിൻ്റെ ഒരു ബേസ് ആക്കി മാറ്റും, അതായത് വ്യോമതാവളമാക്കി മാറ്റും. പാകിസ്ഥാൻ ഇതിനേക്കാൾ വലിയൊരു അടി കിട്ടാനില്ല. കാരണം ഒരു റോഡിനെ നമ്മളുടെ വിമാനങ്ങൾക്ക് ഇറക്കാൻ കഴിയുന്ന ഹൈവേ പോലെ ഉപയോഗിക്കാൻ കഴിയും. അപ്പോൾ നമ്മൾ ഈ പദ്ധതിയോടുകൂടിയാണ് ഈ ഹൈവേ നിർമ്മിച്ചത്. അപ്പോൾ ഉത്തർപ്രദേശിൽ ഇത്തരം ഒരു നീക്കം നടത്തുന്നത് ലോകത്തിൻ്റെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നു. അപ്പോൾ പാകിസ്ഥാൻ അവിടെ ഒരു നീക്കം നടത്തുന്നു, മറു നീക്കമായിട്ട് നമ്മൾ മുന്നോട്ട് വരും. ഇപ്പോൾ പാകിസ്ഥാൻ നടത്തുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ S-400 എന്ന് പറയുന്ന റഷ്യയിൽ നിന്ന് വാങ്ങുന്ന വ്യോമ പ്രതിരോധ സംവിധാനങ്ങളുണ്ട്. നമ്മുടെ കയ്യിൽ ബ്രഹ്മോസും അഗ്നിയും ഉൾപ്പെടെയുള്ള മിസൈലുകളുണ്ട്. നമ്മുടെ കയ്യിൽ മറ്റേ റഫേൽ ഉൾപ്പെടെയുള്ള യുദ്ധവിമാനങ്ങളുണ്ട്. ഇതെല്ലാം തന്നെ ഏത് നിമിഷവും പറക്കാനും അല്ലെങ്കിൽ പാകിസ്ഥാനെതിരെ ആക്രമിക്കാനുള്ള ശ്രമം നടത്തും. അപ്പോൾ ഇതിനെ പാകിസ്ഥാന് തടയണം. അതിനു വേണ്ടിയിട്ട് ഇന്ത്യക്കെതിരായിട്ടുള്ള സൈനിക ശക്തി പ്രകടിപ്പിക്കണം. അതുപോലെ തന്നെ അവരുടെ പ്രൊഫഷണലിസത്തെ ഉത്തേജിപ്പിക്കണം. പോരാട്ട സന്നദ്ധതയെ കൂടുതൽ ഉദ്ദീപിപ്പിക്കണം. ഇതെല്ലാം കൂടാതെ ഇന്ത്യ സാഹസികമായ രീതിയിൽ ഏതെങ്കിലും തരത്തിൽ ആക്രമണം നടത്തിയാൽ അതേ നാണയത്തിൽ അതേ വേഗത്തിൽ തിരിച്ചടിക്കാനായിട്ട് പാക് സേനയെ സജ്ജരാക്കുക. ഇതാണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ കഴിയുമോ അതിന്? കാരണം പാകിസ്ഥാനിൽ അത്ര ഒന്ന് സൈനികരെല്ലാം രാജിവെച്ച് പോകുന്നു, മറ്റൊന്ന് ഇന്ത്യയുടെ അത്ര ശേഷിയൊന്നും പാക് സേനകൾക്കില്ല എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. ഇപ്പോൾ ആയുധങ്ങളും മിസൈലുകളും ഉൾപ്പെടെ. അപ്പോൾ ഇന്ത്യൻ സൈന്യത്തിനോടൊപ്പം പിടിച്ചു നിൽക്കാനുള്ള കരുത്തുണ്ടാകും. അതാണ് പ്രശ്നം. ഇന്ത്യൻ വ്യോമസേനയുടെ വിമാനങ്ങളെല്ലാം അതിർത്തിയിൽ സജ്ജമായിരിക്കുന്നു. മാത്രമല്ല നമ്മൾ പാകിസ്ഥാൻ്റെ സാറ്റലൈറ്റ് സിഗ്നൽ സംവിധാനങ്ങളെ പൂർണ്ണമായും തകർത്തു. അതായത് GPS ജാമർ വെക്കുന്നു, റേഡിയോ ജാമർ വെക്കുന്നു. ഇതെല്ലാം വെച്ച് കഴിഞ്ഞാൽ എന്ത് പറ്റുമെന്ന് പറഞ്ഞാൽ പാകിസ്ഥാൻ്റെ വിമാനങ്ങൾ നമ്മളുടെ വ്യോമാതിർത്തിയിലേക്ക് എത്തുമ്പോൾ അവരുടെ റേഡിയോ ഫ്രീക്വൻസിയിൽ തെറ്റായ സിഗ്നൽ ചെല്ലും. അപ്പോൾ നമ്മൾ ആ രീതിയിലുള്ള ഓപ്പറേഷൻ ചെയ്തു വെച്ചു. അപ്പോൾ പാകിസ്ഥാൻകാർ പേടിച്ചു. മാത്രമല്ല ഇന്ത്യൻ സേന ഏത് നിമിഷവും ആക്രമിക്കുമെന്ന ഭയാശങ്കയിൽ പല ഈ പട്ടാളത്തിൻ്റെ പോസ്റ്റുകളുണ്ട്. ഈ പോസ്റ്റുകൾ വിട്ട് സൈനികർ ഓടിപ്പോയി. 1000-ഓളം പേരിങ്ങനെ ഓടിപ്പോവുകയും ഈ പോസ്റ്റുകളിൽ ഉണ്ടായിരുന്ന പാകിസ്ഥാൻ്റെ കൊടി പോലും അവർ എടുത്ത് മാറ്റുകയും ചെയ്തു. മാത്രമല്ല അസിം മുനീർ എന്ന് പറയുന്ന സൈനിക നേതാവ്, ഈ ആർമിയുടെ ചീഫ്, ഈ രാഷ്ട്രീയ കാര്യങ്ങൾ ഇടപെട്ടതോടുകൂടി അതിൽ പ്രതിഷേധമുള്ള ഏതാണ്ട് 5000-ഓളം പട്ടാളക്കാർ രാജിവെക്കുകയും ചെയ്തു. ഇതുമൂലം അവിടുത്തെ പട്ടാളക്കാരുടെ ആത്മവിശ്വാസം നഷ്ടപ്പെട്ടു. ഇതിനെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി സൈക്കോളജിക്കലായ, അതായത് മനഃശാസ്ത്രപരമായ ഒരു ഇടപെടൽ അവിടുത്തെ സൈനിക മേധാവി നടത്തി. അപ്പം അസിം മുനീർ ഇതുവരെ ഒളിവിലാണെന്നാണ് നമ്മൾ കരുതിയത്. അയാൾ പറഞ്ഞു, ഞാൻ ഒളിവിലല്ല, ഞാൻ നേരിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരുവാണ്. നിങ്ങളുടെ ആത്മവീര്യം വർദ്ധിപ്പിക്കാൻ വേണ്ടി, നിങ്ങളുടെ പ്രൊഫഷണലിസത്തെ കുറച്ചുകൂടി ഉപയോഗപ്പെടുത്താൻ വേണ്ടി ഇന്ത്യ അടിച്ചാൽ അതേ നാണയത്തിൽ തിരിച്ചടിക്കാൻ വേണ്ട പരിശീലനം നടത്താം. അങ്ങനെയാണ് ടാങ്കുകളും അവരുടെ അത്യന്താധുനിക ടെക്നോളജിയും അതുപോലെ തന്നെ മോഡേൺ എക്യുപ്മെൻറ്റ്സും എല്ലാം തന്നെ അവരുടെ അടുത്ത് ഉപയോഗിക്കുന്നത്. അവരുടെ കയ്യിലും പീരങ്കിയുണ്ട്, അവരുടെ കയ്യിലും തോക്കുണ്ട്, അവരുടെ കയ്യിലും മിസൈലുണ്ട്. അപ്പോൾ രണ്ട് ആണവ രാജ്യങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടൽ നടക്കുമ്പോൾ രണ്ട് രാജ്യവും ഒരുപോലെ ശക്തി വർദ്ധിപ്പിക്കും. അപ്പോൾ ഇന്ത്യ എന്ത് ചെയ്യുന്നു വെച്ചാൽ അറബിക്കടലിൽ നിലവിൽ നമ്മുടെ കപ്പലുകൾ നിലയുറപ്പിച്ചു. അവിടെ നിന്ന് ബ്രഹ്മോസ് മിസൈലുകളൊക്കെ നമ്മൾ തൊടുത്തുവിടുന്നുണ്ട്. അതിൻ്റെ പരീക്ഷണം നമ്മൾ തുടർന്നുകൊണ്ടേയിരിക്കുന്നു. നമ്മുടെ റൺവേയിലൂടെ ഈ പറയുന്ന വിമാനങ്ങൾ വന്നിറങ്ങുന്നു, കയറിപ്പോകുന്നു.
അപ്പോൾ യുദ്ധവിമാനങ്ങൾ സജ്ജമായിരിക്കുന്നു. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ കര വ്യോമ നാവിക സേനയുടെ തലവന്മാരോട് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞത് കൃത്യമായ സമയം വരുമ്പോൾ നിങ്ങൾ ആരോടും ചോദിക്കേണ്ട, നിങ്ങൾ കയറി അറ്റാക്ക് ചെയ്തു. അതായത് പാകിസ്ഥാനെതിരെ എന്ത് നടപടി സ്വീകരിക്കണമെന്ന് അത് സ്വയം തീരുമാനിക്കാം, സ്വയം നിലപാടെടുക്കാമെന്ന് പ്രധാനമന്ത്രി അവർക്ക് അനുവാദം നൽകി. തീർച്ചയായിട്ടും പ്രധാനമന്ത്രി പറയുന്നുണ്ട്, ലക്ഷ്യം വലുതാണ്, സമയം ചെറുതാണ്. എന്ത് തിരിച്ചടി വേണമെങ്കിലും നിങ്ങൾ നടത്തിക്കോളൂ, അത് എപ്പോൾ എവിടെ എങ്ങനെ എന്ന് തീരുമാനിക്കേണ്ട ചുമതല നിങ്ങൾക്ക് ഞാൻ പൂർണ്ണമായും വിട്ടു തന്നിരിക്കുന്നു എന്നുള്ളതാണ് പ്രധാനമന്ത്രി പറയുന്നത്. പാക് സേനയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ചൈനയും തുർക്കിയും ഒക്കെ ഒപ്പം നിൽക്കാമെന്ന് പറഞ്ഞ് വന്നിട്ട് ലോകരാജ്യങ്ങളുടെ എതിർപ്പ് കാരണം അവർ രണ്ടുപേരും രണ്ട് വഴിക്ക് ഓടി എന്നുള്ളതാണ്. അസീം മുനീർ പലതിന് നേതൃത്വം നൽകുന്നുണ്ട് എന്ന് പറയുന്നു, പക്ഷെ മുൻനിരയിലേക്ക് വരുന്നതായി ആരും കാണുന്നില്ല. ഷഹബാസ് ഷെരീഫ് എന്ന് പറയുന്ന പ്രധാനമന്ത്രി വെന്റിലേറ്ററിൽ എന്ന് പറയുന്നു, ജീവിച്ചിരിപ്പുണ്ടോ എന്ന് തന്നെ അറിയില്ല. ജനജീവിതം വളരെ ദുസ്സഹമായി മാറിയിരിക്കുന്നു. വെള്ളം കുറഞ്ഞു ലഭ്യത കുറഞ്ഞു വരുന്നു. അപ്പോൾ ഇന്ത്യ ഒന്ന് കടുപ്പിച്ചപ്പോൾ, സൈനികപരമായി അല്ലാതെ പോലും ഒന്ന് കടുപ്പിച്ചപ്പോൾ പാകിസ്ഥാൻ പൂർണ്ണ പരാജയത്തിലേക്ക് പോകുന്ന അവസ്ഥ. അപ്പോൾ ഇന്ത്യയുടെ ഒരു അടി താങ്ങാനുള്ള ശേഷി ഇനി പാകിസ്ഥാൻ ഉണ്ടോ എന്നുള്ളൊരു ചോദ്യം. അപ്പോഴും പാകിസ്ഥാൻ പറയുന്നത് ഞങ്ങൾക്ക് സേനകളെ തകർക്കാൻ കഴിയും, ഞങ്ങൾക്ക് അത്യാധുനിക മിസൈലുകളുണ്ട്, ഞങ്ങൾക്ക് ആയുധങ്ങളുണ്ട്, ഞങ്ങളുടെ കയ്യിൽ എല്ലാം സജ്ജമാണ്, ഞങ്ങൾ ഇന്ത്യയെ തകർക്കാൻ റെഡിയായി നിൽക്കുകയാണ് എന്ന് പറയുമ്പോൾ ഇന്ത്യ അതിനിരട്ടി കാണിച്ചു കൊടുക്കുകയാണ്. ഞങ്ങളുടെ അടുത്തെത്താൻ പോലും നിങ്ങൾക്ക് പറ്റില്ല, അത് കണ്ടറിഞ്ഞ് വേണം പ്രകോപനപരമായ ഒരു കാര്യങ്ങൾ നടത്താനും ചെയ്യാനുമെന്ന്. അപ്പോൾ നമ്മുടെ ഈ വിമാനമൊക്കെ ഹൈവേയിൽ ഇറക്കി ഇത്തരം ഒരു ഭയപ്പെടുത്തൽ പാകിസ്ഥാൻ നൽകുമ്പോൾ ഇനിയും പാക് പട്ടാളക്കാർ ഭയം ഓടുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകും. എന്താ കാരണം? ഇപ്പം നമുക്കറിയാം, ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി എന്ന് പറയുന്ന അവിടുത്തെ സായുധ സേന ബലൂചിസ്ഥാന്റെ മോചനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നു. എന്ന് പറഞ്ഞാൽ പാകിസ്ഥാനിൽ ആഭ്യന്തര കലാപം ഉണ്ടാക്കുന്നു. ഖൈബർ പഷ്തൂൺഖാൻ മേഖലയിൽ ഇതുപോലെ തന്നെ ഈ താലിബാൻ പിന്തുണയുള്ള ഒരു സായുധ വിപ്ലവം നടത്താൻ പോകുന്നു. അപ്പോൾ അതിന് സമാനമായി ഇന്ത്യൻ അതിർത്തിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനായിട്ട് ഇവർ ശ്രമിക്കുന്നു. അതിനുവേണ്ടി എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ബംഗ്ലാദേശിൽ നിന്നുള്ള ആളുകളെ ബംഗാളിലേക്ക് നുഴഞ്ഞു കയറ്റി വിടാനായിട്ട്, അതായത് അവിടേക്ക് കടത്തിവിടാൻ ശ്രമിക്കുന്നു. നമുക്കറിയാം, ഈ വഖഫ് പ്രശ്നവുമായി ബന്ധപ്പെട്ട് ബംഗാളിലെ മുർഷിദാബാദിൽ വലിയ കലാപം ഉണ്ടായി. ഈ കലാപത്തെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ ഇതിൽ പിന്നിൽ പ്രവർത്തിച്ച മുഴുവൻ ബംഗ്ലാദേശിൽ നിന്ന് നുഴഞ്ഞു കയറുകയാണെന്ന് മനസ്സിലായി. അതുകൊണ്ട് തന്നെ ISIയുടെ നേതൃത്വത്തിലുള്ള ചില നേതാക്കൾ ഇപ്പോൾ ബംഗ്ലാദേശിലെത്തി. എന്നിട്ട് മുഹമ്മദ് യൂനിസ് സർക്കാരുമായി കൂടിക്കാഴ്ച നടത്തി. അവിടെയുള്ള ടെററിസ്റ്റ് ഗ്രൂപ്പുകളുമായിട്ട് അവിടെയുള്ള ഇന്ത്യ വിരുദ്ധരുമായി കൂട്ടുകൂടി നുഴഞ്ഞു കയറി ഒരു ആക്രമണം നടത്താം. അപ്പോൾ ബലൂചിസ്ഥാനിൽ എങ്ങനെയാണോ ഇന്ത്യയുടെ ഒരു പ്രേരണയിൽ ആക്രമണം നടത്തുന്നത്, അതുപോലെ തന്നെ ബംഗാളിലും ആക്രമണം നടത്താം. ഇത് വലിയൊരു പ്ലാനാണ്. ഇത് ഇന്ത്യ മുൻകൂട്ടി കാണുന്നു. അതുകൊണ്ട് തന്നെ മ്യാൻമർ അതിർത്തിയിലും ബംഗ്ലാദേശ് അതിർത്തിയിലും ഇന്ത്യൻ സേന വലിയ പട്രോളിംഗ് നടത്തുന്നു, സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കുന്നു. അതായത് ആരെങ്കിലും നുഴഞ്ഞു കയറുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തി അവരെ കണ്ടെത്താനുള്ള എല്ലാ എക്യുപ്മെൻറ്റ്സും നമ്മൾ ചെയ്തിട്ടുണ്ട്. മാത്രമല്ല, നമ്മൾ ഇപ്പോൾ ഡ്രോണുകളെ പ്രതിരോധിക്കാനുള്ള സംവിധാനങ്ങൾ, അതുപോലെ തന്നെ ആരെങ്കിലും നുഴഞ്ഞുകയറ്റക്കാരുണ്ടെങ്കിൽ അവരെ കണ്ടെത്താനുള്ള അത്യന്താധുനികമായ CCTV ദൃശ്യങ്ങളിലൂടെ ഒപ്പിയെടുക്കുന്ന സംവിധാനങ്ങൾ, ഇതെല്ലാം തന്നെ വിന്യസിച്ചിട്ടുണ്ട്. അപ്പോൾ പാകിസ്ഥാൻ്റെ എല്ലാ നീക്കങ്ങളെയും കൃത്യമായി നമ്മൾ പ്രതിരോധിക്കുന്നു. അവസാന നിമിഷം പാകിസ്ഥാന് ആരുടെയെങ്കിലും സഹായം വേണം. അങ്ങനെയാണ് തുർക്കിയുടെ അടുത്തും ചൈനയുടെ അടുത്തും പോയത്. ഇരു രാജ്യങ്ങളും കൈയൊഴിഞ്ഞു. അങ്ങനെ നിന്നപ്പോൾ അവർ നേരെ പോയത് ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കോഓപ്പറേഷൻ എന്ന് പറഞ്ഞ OIC എന്ന് പറഞ്ഞൊരു സംഘടനയുണ്ട്. അതായത് 57 ഇസ്ലാമിക രാജ്യങ്ങളുടെ കൂട്ടായ്മയാണ്. അവരുടെ അടുത്ത് ചെന്നിട്ട് പാകിസ്ഥാനിലെ UN അംബാസിഡർ, പാകിസ്ഥാൻകാരുടെ അംബാസിഡർ ഉണ്ട്, അത് അസിം ഇഫ്തിഖർ അഹമ്മദ് എന്ന് പറയുന്ന വ്യക്തിയാണ്. ഇയാൾ ചെന്നിട്ട് ഈ പറയുന്ന ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കോഓപ്പറേഷൻ എന്ന് പറയുന്ന സംഘടനയുടെ അംബാസിഡർമാരുമായിട്ട് കൂടിക്കാഴ്ച നടത്തുകയും ഇന്ത്യക്കെതിരെ ഞങ്ങളെ സഹായിക്കണമെന്ന് പറയുന്നു. കാരണം പാകിസ്ഥാന് ഇപ്പോൾ ഇന്ത്യക്കെതിരെ യുദ്ധം ചെയ്യാനുള്ള ആസ്തിയില്ല. അപ്പോൾ ഇവരിടപെട്ടിട്ട് ഇന്ത്യയുടെ ആക്രമണ ലക്ഷ്യങ്ങളെ തകർക്കണം. അപ്പോൾ ഇവർ ഇടപെട്ടിട്ട് ഇന്ത്യയുടെ ഈ ലക്ഷ്യങ്ങളെ തകർക്കണം. ഇന്ത്യ ഞങ്ങളുടെ അടുത്ത് ശത്രുതാപരമായ നിലപാട് സ്വീകരിക്കുന്നു, ഞങ്ങളുടെ അടുത്ത് രാഷ്ട്രീയപരമായ നിലപാട് സ്വീകരിക്കുന്നു, അതൊക്കെ ഒഴിവാക്കണം എന്ന് പറയുന്നു. പക്ഷേ നമ്മൾ കൃത്യമായ ചില പ്ലാനിങ് നടത്തിയിട്ടുണ്ട്, ഇത് സംബന്ധിച്ച ബ്ലൂ പ്രിൻ്റ് തയ്യാറാക്കിയിട്ടുണ്ട്. അതുകൊണ്ടാണ് നരേന്ദ്രമോദിക്ക് പിന്നാലെ ആഭ്യന്തരമന്ത്രി അമിത്ഷാ അസമിൽ നടത്തിയ ഒരു യോഗത്തിൽ വെച്ച് പറഞ്ഞു, ഈ പഹൽഗാം ആക്രമണത്തിന് പിന്നിൽ പ്രവർത്തിച്ചവർക്ക് തക്കതായ ശിക്ഷ, കനത്ത തിരിച്ചടി ഞങ്ങൾ നൽകും. അപ്പോൾ ഇന്ത്യയുടെ പ്ലാൻ വളരെ വ്യക്തമാണ്. പാകിസ്ഥാൻ്റെ പേടി 24 മുതൽ 36 മണിക്കൂറിനുള്ളിൽ അവരെ ആക്രമിക്കുമെന്ന് പറഞ്ഞിട്ട് ഇന്ത്യ യാതൊന്നും ചെയ്തില്ല. അങ്ങനെ യാതൊന്നും ചെയ്യാതിരിക്കണമെങ്കിൽ ഇന്ത്യക്ക് കൃത്യമായ പ്ലാനുണ്ട്. ഈ പ്ലാൻ എങ്ങനെയായിരിക്കും? കരസേനയുടെ ആക്രമണമാണോ, വ്യോമസേനയുടെ അറ്റാക്കാണോ, അതോ നാവികസേനയാണോ തങ്ങളെ തകർക്കുന്നതെന്ന് അറിയില്ല. അതുകൊണ്ടാണ് ഹാമർ സ്ട്രൈക്കുമായിട്ട്, അല്ലെ ഹാമർ എക്സസൈസുമായിട്ട് പാകിസ്ഥാൻ നമ്മുടെ മുന്നിലേക്ക് വലിയ ഒരു ആളാകാനായിട്ട്
ശ്രമിക്കുന്നത്. കാരണം ചൈനയുടെ പിന്തുണ കൂടി വേണം. അതിന് സിമ്പിളായിട്ട് നമ്മൾ മറുപടി പറഞ്ഞു. അറബിക്കടലിലെ കപ്പലിൽ നിന്നുള്ള നമ്മളുടെ ഈ പരീക്ഷണങ്ങൾ, അതായത് മിസൈൽ പരീക്ഷണം അത് നിർത്തുന്നില്ല. ഒപ്പം ഈ പറയുന്ന ഗംഗ എക്സ്പ്രസ് വേ എന്ന് പറയുന്ന 8 വരി പാതയിലേക്ക് നമ്മുടെ യുദ്ധവിമാനങ്ങൾ വന്നിറങ്ങുന്നു, പോർ വിമാനങ്ങൾ പറന്നു പോകുന്നു, ഹെലികോപ്റ്ററുകൾ അവിടെ ലാൻഡ് ചെയ്തിരിക്കുന്നു, സൈനിക വാഹനങ്ങൾ വൻതോതിൽ അവിടെ എത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ ഒരു വ്യോമത്താവളമായി മാറുന്നു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മളുടെ വിമാനം ഹൈവേയിലേക്ക് വന്നിറങ്ങിയാൽ ആര് പേടിക്കും? പാകിസ്ഥാൻ പേടിക്കുമെന്ന് മാത്രമല്ല നിക്കറിൽ മുള്ള വരച്ചു.